സംഭവം LDFനെ സംബന്ധിച്ച് തിരിച്ചടിയായി മാറുമോ? ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ആഗോള അയ്യപ്പ സംഗമ വിവാദത്തിലും വെട്ടിലായിരിക്കുന്നു സർക്കാർ. അയ്യപ്പ സംഗമത്തിൽ സുതാര്യതയില്ലെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന തെളിവുകളാണ് പുറത്തുവന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടുകൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് സർക്കാരും CPIM. ഹരി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. ഹരി, ഇതിലിപ്പോൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ ഉള്ള ഒരു അവ്യക്തത, അതിൽ വലിയ ആശങ്കയുണ്ടായിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്, അതിൽ സർക്കാർ പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇതിപ്പോ നമ്മൾ ഏത് കണക്ക് വിശ്വസിക്കണം, ഏത് കണക്കിലേക്ക് നോക്കണം എന്ന് കരുതുമ്പോൾ തന്നെ ആശയക്കുഴപ്പമാണ്. ഈ ദേവസ്വം മന്ത്രി പറയുന്ന കണക്കാണോ ശരി, അതോ ജയകുമാർ പറയുന്നതാണോ ശരി, ഇനിയല്ല PS പ്രശാന്ത് പറയുന്നതാണോ ശരി, ഇനിയല്ല അപ്പൊ നിയമസഭയിൽ പറഞ്ഞ കണക്ക് ഏതാണ്? ആകെ അവ്യക്തത. റോഷൻ, തീർച്ചയായിട്ടും അവ്യക്തത എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു സുതാര്യത കുറവ് ആഗോള അയ്യപ്പ സംഗമത്തിന് ഉണ്ട് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ, വളരെ ചുരുങ്ങിയ സമയം മാത്രം ശേഷിക്കെ ആ സുതാര്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം വലിയ രീതിയിൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്നുള്ള ആശയക്കുഴപ്പത്തിലായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു വലിയ വിഷയം, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള, അയ്യപ്പന്റെ പേരിൽ നടന്ന അല്ലെങ്കിൽ അയ്യപ്പനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പ്രതിക്കൂട്ടിലായ മറ്റൊരു സംഗതി, അതിനെ ഏതെങ്കിലുമൊക്കെ നിലയിൽ പ്രതിരോധിച്ചുകൊണ്ട് അതൊരു UDF ഭരണസമിതി കാലത്തെ വിവാദങ്ങളിലേക്ക്, അല്ലെങ്കിൽ UDF ഭരണസമിതി കാലത്ത് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നപ്പോൾ അതിനെ ഏറെക്കുറെ പ്രതിരോധിച്ച് നിർത്താനും പ്രതിപക്ഷത്തെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്താനും സർക്കാരിന് കഴിഞ്ഞിരുന്നു. അങ്ങനെ താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസത്തിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ദുർഭൂതം സർക്കാരിനെ പിടികൂടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതായത് സർക്കാരിന്റെ മന്ത്രി തന്നെ, ദേവസ്വം മന്ത്രി തന്നെ അവതരിപ്പിച്ച കണക്കുകൾക്ക് ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നത്. അപ്പോൾ സർക്കാർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കുകൾ, സർക്കാർ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള ചില വാഗ്ദാനങ്ങളുണ്ട്. അതായത് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാരിന് 1 രൂപ പോലും നഷ്ടം വരില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെല്ലാം ഘടകവിരുദ്ധമായിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിയമസഭയിൽ അടക്കം പറഞ്ഞ മറുപടി, ആ മറുപടിയാണ് ഇപ്പോൾ സർക്കാരിനെ കുടുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് ദേവസ്വം മന്ത്രി VN വാസവൻ നിയമസഭയിൽ മറുപടി നൽകിയത്. അതായത് സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം ഉപയോഗിച്ച് ദേവസ്വത്തിന്റെ പണം തിരിച്ചടച്ചു എന്നുള്ള മന്ത്രിയുടെ മറുപടി, അത് വലിയ രീതിയിൽ വിവാദമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് ഇനിയും കുറേയേറെ വ്യക്തത ആവശ്യമുണ്ട്, അതിന് സുതാര്യത ആവശ്യമുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ കാപഠ്യം എന്നുള്ള നിലയിൽ മുൻപ് പ്രതിപക്ഷം ആഗോള അയ്യപ്പ സംഗമത്തെ ആക്രമിച്ചിരുന്നെങ്കിൽ ഇനി മുതൽ അത് അങ്ങനെ ആയിരിക്കില്ല. സർക്കാരിന് മറുപടി പറയേണ്ടി വരിക രാഷ്ട്രീയമായിരിക്കില്ല, കണക്കുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു ദൂർത്തിന്റെ സ്വഭാവത്തിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ സർക്കാരിന് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. അത് വലിയൊരു പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് ഇരു മുന്നണികളും, അതായത് UDFും NDAയും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സർക്കാരിന് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണക്കൊള്ളയും ന്യായീകരിക്കേണ്ടി വരും, ഒപ്പം ആഗോള അയ്യപ്പ സംഗമവും വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ 2 വലിയ വിഷയങ്ങൾ സർക്കാരിനെ സംബന്ധിച്ച് അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് 2 ദേവസ്വത്തിന്റെ കാലത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് കടകംപള്ളി സുരേന്ദ്രന്റെ കാലത്ത് മറ്റൊരു പ്രശ്നമാണെങ്കിൽ VN വാസവൻ ദേവസ്വം മന്ത്രിയായിരിക്കെ വേറൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ദേവസ്വം വകുപ്പ് വലിയ രീതിയിൽ ഒരു കുരുക്കിലായിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇതെന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ആകട്ടെ അക്കാര്യത്തിൽ ടെൻഡർ നടപടികളെക്കുറിച്ച് വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ നടത്തിക്കഴിഞ്ഞപ്പോൾ അതും സർക്കാരിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന സംഗതിയാണെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ കണക്കുകളുമായി സർക്കാരിന് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തിന് മുന്നിൽ വരേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ദേവസ്വം മന്ത്രി എന്തുകൊണ്ടാണ് നിയമസഭയിൽ അത്തരത്തിലൊരു കണക്ക് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടി അന്ന് നൽകിയത് എന്നത് സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത എന്തായാലും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ദേവസ്വം മന്ത്രി VN വാസവന് വീണ്ടും വിശദീകരണം, അല്ലെങ്കിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള വിശദീകരണം പര്യാപ്തമാകില്ല ഒന്നിനും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, സർക്കാർ കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു, വെട്ടിലായിരിക്കുന്നു. അതിന് കൂടുതൽ വിശദീകരണങ്ങൾ, കൂടുതൽ മറുപടികൾ, അപ്പുറത്തുനിന്ന് കൂടുതൽ ആരോപണങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള തർക്കം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്തെ വലിയ രീതിയിലുള്ള പ്രചാരണ ആയുധമാക്കി അയ്യപ്പ സംഗമവും മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.